ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. റോമായുടെ പിടിവാശി. ഇങ്ങനെയുണ്ടോ ഒരു പിടിവാശി? ലിറ്റർജിയുടെ കാര്യത്തിൽ റോമ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത് എന്തുകൊണ്ട്? ക്രിസ്തുമതം അഥവാ ക്രിസ്തുധർമ്മത്തിൽ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള കുർബാനയോളം പൗരാണികതയുള്ള മറ്റൊരു ആരാധനക്രമമില്ല, മറ്റൊരു ലിറ്റർജിയില്ല. AD 100 രചിക്കപ്പെട്ട ഡിഡാഹെ അഥവാ 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിലുള്ള അനാഫറയോട് അങ്ങേറ്റം ചേർന്ന് കിടക്കുന്ന ഒരു അനാഫറയാണ് അദ്ദായി മാറി എന്നീ സ്ലീഹന്മാരുടെ പേരിലുള്ളത്. ഇത്രയും പൗരാണികതയും വിശുദ്ധ പാരമ്പര്യവുമുള്ള സ്ലീഹന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ ലിറ്റർജിയാണ് സീറോ മലബാർ സഭയിലുള്ളത്. ആ സഭയും അത്ര തന്നെ പഴക്കമുള്ളതാണ്. 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഈ നിമിഷം വരെ ഒരു സഭ നിലനിൽക്കുകയും ആ സഭയിൽ അന്ന് തുടങ്ങിയ ലിറ്റർജി സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അത് നശിക്കാൻ ഒരു കാരണവശാലും റോമ അംഗീകരിക്കില്ല, സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈ കൽദായ ലിറ്റർജി എന്ന് പറയുന്ന ലിറ്റർജി അത് അതിൻ്റെ തനത് രൂപത്തിൽ വീണ്ടെടുക്കാൻ റോമായിൽ നിന്ന് പരിശുദ്ധ സിംഹാസനം വത്തിക്കാൻ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്. ഇത്രയും വിലപ്പെട്ട നിധിയാണ് ഈ എറണാകുളം വിമത വൈദികര് വികലമാക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് അത് ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്നു. ഈ ഹൃദയകാഠിന്യം മൂലം അറിവ് അവർക്ക് പ്രകാശമായി മാറുന്നില്ല. അവർക്ക് ഈ കൽദായ ലിറ്റർജി തന്നെ വേണം, മറ്റൊന്നും അവരുടെ കയ്യിലില്ലല്ലോ. എന്നാൽ തങ്ങൾ കൽദായരല്ലെന്ന് വരുത്തി തീർക്കണം. അതിനാണ് ഇത്രയും തനിത്തങ്കമായ ആ അനാഫറയിലേക്ക് തിരുവചനങ്ങളുടെയോ പാരമ്പര്യങ്ങളുടെയോ വിശ്വാസ സത്യങ്ങളുടെയോ പിൻബലമില്ലാത്ത തോന്നിയാസങ്ങൾ കൂട്ടിച്ചേർത്ത് അവർ സങ്കരമാക്കാൻ ശ്രമിക്കുന്നത്. തനിത്തങ്കം ഉപേക്ഷിച്ച് റോൾഡ് ഗോൾഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇവര്. മുക്കുപണ്ടം. എറണാകുളത്തെ അൽമായരെ, ഇത് നിങ്ങൾ അനുവദിക്കരുത്, ഇത് നിങ്ങൾ അനുവദിക്കരുത്. നമ്മുടെ തനിത്തങ്കം, പൊന്ന്, സ്വർണം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് വിമത വൈദികര്. അൽമായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അത് അനുവദിക്കരുത്. അപ്പോൾ നമ്മുടെ മെത്രാന്മാർക്ക് ഇത് അറിയാൻ പാടില്ലേ? അതേക്കുറിച്ച് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം.